ഹായ് ഈ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽസിന്റെ പ്രോബ്ലംസ് കണ്ടിന്യൂ ചെയ്യാണ് KTU എഞ്ചിനീയറിംഗ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോസിലെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവിടെ ആദ്യം തന്നെ നമ്മൾ f(x) എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ ചൂസ് ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് f(x)നെ ചൂസ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. അതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്നതിനെയാണ് നമ്മൾ f(x) ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും? f(x) is equal to pi/2 e raised to minus x for x greater than 0. അപ്പോൾ f(x) കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇതിനെ ഫൊറിയർ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രണ്ട് ഫോർമുലാസ് f(x)ന്റെ ഫോർമുലയും അതുപോലെ a of ഒമേഗയുടെ ഫോർമുലയും നമുക്ക് എഴുതി വെക്കാം. ഇപ്പോൾ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടുന്ന രണ്ട് ഫോർമുലാസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? a of ഒമേഗ ആദ്യം എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ a of ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ് അല്ലെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏത് റീജിയൻ മാത്രമേ ഉള്ളൂ? x greater than 0. x greater than 0 എന്ന് പറയുന്നത് ഏത് റീജിയൻ തന്നെയാണ്? 0 less than x less than ഇൻഫിനിറ്റി. അതായത് നമുക്ക് ഇവിടെ ഫുൾ റീജിയൻ നമ്മുടെ 0 to ഇൻഫിനിറ്റി വരെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് a of ഒമേഗ ഇനി കണ്ടുപിടിച്ചാലോ? 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x)ന്റെ സ്ഥാനത്ത് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്ത ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുക. ഏതായിരുന്നു? pi/2 e raised to minus x. പിന്നെ ബാക്കി ഈ cos ഒമേഗ x dx ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു pi/2നെ ഇനി പുറത്തേക്ക് എടുക്കാം. കാരണം എന്താണ്? അതൊരു കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ പൈയും അതുപോലെ 2 ഇത് രണ്ടും എന്തായി? ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കി എന്താണ് നമുക്കുള്ളത്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus x cos ഒമേഗ x dx. ഇത് നമുക്കറിയാവുന്ന ഒരു ഫോർമുലയല്ലേ. നമ്മുടെ ഫോർമുല എന്താ? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus ax cos bx dx എന്ന് പറയുന്നത് ഈക്വൽ ടു a/a² plus b² ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് ഒമേഗയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റെപ്പിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സ്റ്റെപ്പ് എന്തായിട്ട് മാറും? 1/1 plus ഒമേഗ² എന്നാണ് നമുക്ക് a of ഒമേഗ കിട്ടുന്നത്. അപ്പൊ a of ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് f(x)ൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ f(x)ൽ നമുക്ക് a of ഒമേഗ ഇട്ട് കൊടുക്കാം. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1/1 plus ഒമേഗ². ബാക്കി ഈ സെയിം സാധനങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ f(x) കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. നമുക്ക് ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി cos x ഒമേഗ. അത് തന്നെയാണ് ഈ cos ഒമേഗ x എന്ന് പറയുന്നത്. ഓക്കെ, ബൈ 1 plus ഒമേഗ² d ഒമേഗ ഈക്വൽ ടു pi/2 e raised to minus x എന്നായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത്. അപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സെയിം സാധനമാണ് ഏത്? ദേ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി cos ഒമേഗ x by 1 plus ഒമേഗ² d ഒമേഗ ഈക്വൽ ടു f(x) എന്നല്ലേ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പൊ ഈ f(x)നെ നമ്മൾ തുടക്കത്തിൽ ചൂസ് ചെയ്തിരുന്നത് എന്തായിട്ടാ? pi/2 e raised to minus x for x greater than 0 എന്നല്ലായിരുന്നു ചൂസ് ചെയ്തിരുന്നത്. നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ആൻസർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഫൊറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ അവർ തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ f(x)നെ അങ്ങ് എഴുതി വെച്ചാലോ. f(x) നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് e raised to minus ax ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫൊറിയർ സൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന നമ്മുടെ ഫോർമുലാസ് ആദ്യം തന്നെ എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഫൊറിയർ സൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടുന്ന രണ്ട് ഫോർമുലാസും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ബി ഓഫ് ഒമേഗയ്ക്ക് നമുക്ക് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ആണ് നമുക്ക് വേണ്ടുന്നത്. ക്വസ്റ്റിന്റെ അകത്തും പ്രത്യേകിച്ച് റീജിയൻ ഒന്നും തന്നിട്ടില്ല. e raised to minus ax ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. സോ അവിടെ നമ്മൾ ഏത് റീജിയൻ തന്നെ എടുത്താൽ മതി? ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി തന്നെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും എന്ന് നോക്കാം. ബി ഓഫ് ഒമേഗ 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി f(x)ന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ e raised to minus ax. പിന്നെ ബാക്കി എന്തിട്ട് കൊടുക്കുക? സൈൻ ഒമേഗ x dx കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ കിടക്കുന്നത് നമുക്ക് അറിയാവുന്ന ഫോർമുലയാണ്. ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus ax സൈൻ bx dx എന്ന് പറയുന്നത് എന്താണ്? b/a² plus b² ആണ്. സോ ഈ ഫോർമുല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് എ തന്നെയാണ് കിടക്കുന്നത്, ബിയുടെ സ്ഥാനത്ത്
ഒമേഗയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ എങ്ങനെ വരും? 2/π അതുപോലെ എഴുതുക, ω/a² + എന്നാണ് നമുക്ക് പി ഓഫ് ഒമേഗ കിട്ടുന്നത്. ഇനി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബി ഓഫ് ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പൊ എന്താ വരുന്നത്? 2ω/π × a² + ബാക്കി നമ്മുടെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ഈ 2/π എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് ഇങ്ങനെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2/π ∫0 to ∞ ω/a² + സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ∫0 to ∞ ലാംഡ സൈൻ ലാംഡ എക്സ് ബൈ ലാംഡ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി ലാംഡ. അതായത് ഇവിടെ നമ്മുടെ ഒമേഗയുടെ സ്ഥാനത്ത് ക്വസ്റ്റ്യനിൽ ലാംഡയാണ് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. ഇപ്പൊ 2/π ∫0 to ∞ ω/a² + സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി അല്ലെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏത് പാർട്ട് മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്? ഇന്റഗ്രൽ തൊട്ടുള്ള പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പാർട്ട് മാത്രം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട് ഈ 2/π എന്ത് ചെയ്യാം? അങ്ങ് റൈറ്റ് സൈഡിലേക്ക് വിടാം. അപ്പൊ നോക്കിക്കേ, ∫0 to ∞ ω/a² + ω² സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു നമ്മൾ 2/π അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. അപ്പൊ ഇത് π/2 എന്നാകും ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഓഫ് എക്സ് നമുക്ക് ഓൾറെഡി അറിയാം. ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ തന്നിരിക്കുന്നത്? e⁻−ax ആണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. π/2 ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് e⁻−ax ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതായിരുന്നില്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്? ഒമേഗയുടെ സ്ഥാനത്ത് ലാംഡയാണ് കിടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ റീറൈറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഒമേഗയെ ലാംഡ ആയിട്ട് മാറ്റി എഴുതാം. അപ്പൊ എന്ത് വരും? ∫0 to ∞ ലാംഡ സൈൻ ലാംഡ എക്സ് ബൈ a² + ലാംഡ² ഡി ലാംഡ ഈക്വൽ ടു π/2 e⁻−ax. ഇതല്ലേ നമ്മുടെ ആൻസർ വേണ്ടിയിരുന്നത്? നമ്മൾ ഫൊറിയർ ഇന്റഗ്രലിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മെത്തേഡ് സെയിം ആണെങ്കിലും ഇതിന്റെ സ്റ്റെപ്പുകൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ മെത്തേഡുകളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൊറിയർ ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നത് പ്രൂവ് ചെയ്യാനാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ചൂസ് ചെയ്യണം. എഫ് ഓഫ് എക്സിനെ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ ഒന്നും എടുത്ത് എഴുതരുത്. ഈ ഒരു ഫംഗ്ഷനെയാണ് e⁻−x cos x-നെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്താ ചെയ്യാറുള്ളത്? ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളോട് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആണോ സൈൻ ഇന്റഗ്രൽ ആണോ യൂസ് ചെയ്യേണ്ടത് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ നോക്കുക. ഓക്കെ, ഇന്റഗ്രലിന്റെ അകത്ത് കോസ് ഒമേഗ എക്സ് എന്നുള്ളൊരു ടേം നമുക്കുണ്ട്. പക്ഷെ സൈൻ ഒമേഗ എക്സ് ഉണ്ടോ? ഇല്ല. ഇവിടെ സൈൻ ഒമേഗ എക്സിന്റെ ടേം ഇല്ല. കോസ് ഒമേഗ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടുന്ന ഫോർമുലാസ് നമുക്ക് ആദ്യം എഴുതാം. ഇപ്പൊ രണ്ട് ഫോർമുലാസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിക്കേ, നമുക്ക് വേണ്ടുന്നത് ∫0 to ∞ ആണ്. ആൻഡ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏത് തന്നെ എടുക്കാം? ∫0 to ∞ തന്നെ എടുക്കാം. ഇനി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഡിഫൈൻ ചെയ്ത അനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് e⁻−x cos x ആണ്. ബാക്കി cos ഒമേഗ എക്സ് ഡി എക്സിനെ അതുപോലെ എഴുതാം. ഇനി ഈ ഒരു പാർട്ട് നോക്കിക്കേ, കോസ് എക്സ് കോസ് ഒമേഗ എക്സ്. ഇത് ഏത് ഫോമിലാ കിടക്കുന്നത്? കോസ് എ കോസ് ബി എന്നൊരു ഫോമിലല്ലേ കിടക്കുന്നത്. സോ ഇങ്ങനെയുള്ളതിനെ എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ള ഫോർമുലാസ് ഒക്കെ ഞാൻ എൻ്റെ ഫൊറിയർ ഇന്റഗ്രൽ പാർട്ട് 1 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോർമുലാസിന്റെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമുലാസ് എല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോസ് എ കോസ് ബി എന്ന് പറയുന്നതിന്റെ ഫോർമുല 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് എക്സും ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് ഒമേഗ എക്സും ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ടില് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഒരു ഫോർമുല ഒന്ന് ഇട്ട് കൊടുത്താലോ. അപ്പൊ ഈ സ്റ്റെപ്പ് എങ്ങനെ വരും? ഈക്വൽ ടു 2/π ∫0 to ∞ e⁻−x നമ്മൾ അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇപ്പൊ എഴുതിയ ഫോർമുല ഇട്ട് കൊടുക്കുക. അപ്പൊ 1/2 കോസ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്താവും? എക്സ് മൈനസ് ഒമേഗ എക്സ് പ്ലസ് കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താവും? എക്സ് പ്ലസ് ഒമേഗ എക്സ്. ഈ 1/2 എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്.
നമുക്ക് ഈ ഇന്റഗ്രലിനെ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ 1/2 എന്ന് പറയുന്നതിനെ ഈ പുറത്തേക്ക് എടുക്കാം. അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 2/π ഇൻറ്റു 1/2 പുറത്ത് കടന്നോട്ടെ. ഇനി എന്താണുള്ളത്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻x നമുക്ക് ആദ്യത്തെ ടേമിന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്ത് വരും? e⁻x കോസ് x മൈനസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. പ്ലസ് അടുത്തത് നമുക്ക് e⁻x സെക്കൻഡ് ടേമിന് കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻x ഇൻറ്റു കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്. നമുക്ക് ഈ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1/π മാത്രമേ പുറത്തുള്ളൂ. പിന്നെ എന്താ ഉള്ളത്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. നമ്മുടെ ഈ ഫസ്റ്റ് ടേം ഒന്ന് നോക്കിക്കേ. e⁻x കോസ് ഇവിടെ എക്സ് മൈനസ് ഒമേഗ എക്സ് ഉണ്ട്. അതിൽ നമുക്ക് എക്സിനെ ഇനി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 മൈനസ് ഒമേഗ ഇൻറ്റു എക്സ്. ഇത് ഇത്രയും കോസിന്റെ അകത്ത് വരുന്നതാണ്. ഡി എക്സ് എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് ഈ സെക്കൻഡ് ടേം കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താലോ? അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻x കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്ന് പറയുന്നതിൽ നിന്നും എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ഒമേഗ എക്സ് എന്ന് വരും. ഇത് ഇത്രയും കോസിന്റെ അകത്താണ്. ഓക്കെ, ഈ ഇന്റഗ്രൽ ഒന്നും കണ്ട് പേടിക്കണ്ട. കാരണം ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? ഒന്ന് നോക്കിയേ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻ax കോസ് bx എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. അത് നമുക്കറിയാം. എന്താണ്? a/a² പ്ലസ് b² ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1ഉം ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1 മൈനസ് ഒമേഗയാണ് ആദ്യത്തെ പാർട്ടിൽ കിടക്കുന്നത് അല്ലെ. നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 1/π നമ്മൾ പറഞ്ഞു ആദ്യത്തെ പാർട്ട് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി e⁻x കോസ് 1 മൈനസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? ഈ ഒരു ഫോമുല നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1/1 പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1 മൈനസ് ഒമേഗ. അപ്പം b² എന്ന് പറയുന്നത് 1 മൈനസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്നാകും. ഇനി നമുക്ക് ഈ സെക്കൻഡ് പാർട്ട് ഇതുപോലെ ചെയ്യാം. അപ്പൊ എന്ത് വരും? പ്ലസ് അവിടെയും എയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? 1ഉം ബിയുടെ സ്ഥാനത്ത് 1 പ്ലസ് ഒമേഗയും ആണ്. അതായത് ഇവിടെ നമുക്ക് 1/1 പ്ലസ് b² എന്ന് പറയുന്നത് 1 പ്ലസ് ഒമേഗ² എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിന്റെ LCM ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എന്താ വരുന്നത്? 1/π LCM എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പാർട്ടിനെ ഞാൻ ഇങ്ങോട്ടേക്കും കൊടുക്കുന്നു, ഈ ഒരു പാർട്ടിനെ ഇങ്ങോട്ടേക്കും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? 1 പ്ലസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 മൈനസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇനി ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, 1 പ്ലസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ഉണ്ട്, 1 മൈനസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. ഡിനോമിനേറ്ററിലും ഇതുപോലെ ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് a പ്ലസ് പി ദ ഹോൾ സ്ക്വയർ ആൻഡ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലാസ് ഇട്ട് കൊടുത്താൽ മതി. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. 1/π ഇൻറ്റു 1 പ്ലസ് 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 മൈനസ് 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഇവിടെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുലാസ് എക്സ്പാൻഡ് ചെയ്ത് ഞാൻ അടുത്ത സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. 1/π ഇൻറ്റു ന്യൂമറേറ്ററിൽ നമുക്കിവിടെ 4 1 ആണുള്ളത്. സോ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് വരും. 4 പ്ലസ് ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു 2 ഒമേഗ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2 ഒമേഗ ഉണ്ട്. ഇത് രണ്ടും കൂടെ എന്തായി പോകും? അങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ ഇനി എന്താ ഉള്ളത്? ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ഒമേഗ സ്ക്വയർ ഉണ്ട്. സോ അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ബൈ ഡിനോമിനേറ്ററിൽ എന്താ നമ്മൾ ചെയ്യേണ്ടുന്നത്? ഇവിടെ 1 പ്ലസ് 1 അതായത് 2, ബാക്കിയുള്ളത് അതുപോലെ എഴുതാം. മൈനസ് 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. അടുത്തത് നോക്കിക്കേ, ഇവിടെയും എന്താണ്? 1 പ്ലസ് 1 എന്ന് പറയുന്നത് 2 ആകും, പ്ലസ് 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്ക് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 1/π ഇൻറ്റു ന്യൂമറേറ്റർ നമ്മൾ ഓൾറെഡി സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡിനോമിനേറ്ററിനെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യണം. അതായത് ഇവിടുന്ന് നമുക്ക് ആദ്യം 2വിനെ ഈ ഫുൾ ബ്രാക്കറ്റിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തേ. അപ്പൊ എന്ത് വരും? 4 പ്ലസ് 4 ഒമേഗ പ്ലസ് 2 ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇതുപോലെ അടുത്ത നമ്മുടെ ഈ മൈനസ് 2 ഒമേഗ എന്ന് പറയുന്നതിനെ ഇപ്പുറത്തെ ബ്രാക്കറ്റിലെ എല്ലാമായിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ എന്ത് വരും? മൈനസ് 4 ഒമേഗ മൈനസ് 4 ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ ക്യൂബ് എന്ന് വരും. ഇനി എന്താ? നമ്മുടെ ഈ ഒമേഗ സ്ക്വയറിനെ ബാക്കി ഫുൾ ബ്രാക്കറ്റുമായിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ റേസ് ടു 4 എന്നാണ് ഡിനോമിനേറ്ററിൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയ ഡിനോമിനേറ്ററിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ കുറെ ടേംസ് ഉണ്ട്. ഒന്ന് നമുക്ക് 4 ഒമേഗയും മൈനസ് 4 ഒമേഗയും ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കിക്കേ, ഈ 2 ഒമേഗ സ്ക്വയറും ഇവിടെ ഒരു 2 ഒമേഗ സ്ക്വയറും കൂടെ ആഡ് ആവുമ്പോൾ എന്താവും? 4 ഒമേഗ സ്ക്വയർ ആവും.
അതിന്റെ കൂടെ ദേ ഇവിടെ ഒരു -4 ഒമേഗ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്താ ഉള്ളേ? ദേ -2 ഒമേഗ ക്യൂബ് ഉണ്ട്, 2 ഒമേഗ ക്യൂബും ഉണ്ട്. അപ്പൊ നമുക്ക് ഫൈനലി ഇപ്പൊ ഏത് മാത്രമേ ഡിനോമിനേറ്ററിൽ കിടപ്പുള്ളൂ? 4 പ്ലസ് ഒമേഗ റേസ് ടു 4 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് എ ഓഫ് ഒമേഗ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ എ ഓഫ് ഒമേഗ കിട്ടി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന്റെ ഫോർമുലയിൽ എ ഓഫ് ഒമേഗയിൽ എന്തിട്ട് കൊടുക്കാം? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ പൈ 2 ഒമേഗ സ്ക്വയർ പ്ലസ് 4 ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 4. ബാക്കി കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ അതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂമറേറ്ററിൽ നിന്നും 2-നെ ഒന്ന് കോമൺ എടുത്താലോ? അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 ബൈ പൈ. ഇവിടെ നമ്മൾ 2-നെ പുറത്തെടുത്തു. അപ്പം ബ്രാക്കറ്റിൽ ഇനി എന്താ ഉള്ളത്? ഒമേഗ സ്ക്വയർ പ്ലസ് 2. ഡിനോമിനേറ്ററിന് ചേഞ്ച് ഒന്നുമില്ല. ഒമേഗ റേസ് ടു 4 പ്ലസ് 4 എന്ന് വരും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമുക്ക് എഴുതാം. കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന കോൺസ്റ്റൻസ് ഉണ്ടല്ലോ 2 ബൈ പൈ, ഇതിനെ നമുക്ക് ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 2 ബൈ പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഒമേഗ സ്ക്വയർ പ്ലസ് 2 ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ സെയിം തന്നെയല്ലേ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത്? അപ്പൊ ഇതെന്താണ്? നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സിനെ നമ്മൾ തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് എന്നാണ് നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തു വെച്ചിരുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ് അത് ഇട്ട് കൊടുക്കുക. റൈറ്റ് സൈഡിൽ ഈ സെയിം സംഭവം എഴുതി കൊടുക്കുക. അപ്പൊ ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ആൻസർ ചെയ്യേണ്ടുന്നത്.